ഇന്ന് വയനാട് ഒരു ദുരന്തം ഉണ്ടായി. മഴ കനത്ത് പെയ്തപ്പോൾ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട മണ്ണ് മൊത്തമായിട്ട് സ്ലൈഡ് പോലെ ഒലിച്ചിട്ടിങ്ങ് വന്നു. ലാൻഡ് സ്ലൈഡ് അല്ല, പക്ഷെ ആ കൂട്ടിവെച്ച മണ്ണ് കനത്തിൽ ഇങ്ങോട്ടേക്ക് ഒലിച്ചു വന്നപ്പോൾ ആ ഏരിയയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അപ്രത്യക്ഷമായിട്ട് വന്നപ്പോൾ ആ ഏരിയയിൽ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ അതിൻ്റെ അടിയിൽ പെട്ടു. കുറച്ച് വാഹനങ്ങളും ആൾക്കാരൊക്കെ കുടുങ്ങി. വളരെ സങ്കടകരമായൊരു വാർത്തയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ദുരന്തം അത് മനുഷ്യനിർമ്മിതമാണോ, പ്രകൃതിയുടെ ഇഷ്ടത്തിന് കൊണ്ടുവന്നതാണോ എന്നുള്ള ഒരു ഡിബേറ്റ് നമുക്ക് ആരോഗ്യകരമായ ഒരു ചർച്ചയാകാം, തെറ്റില്ല. പക്ഷേ കുറച്ച് ആൾക്കാർ മണ്ണിൻ്റെ അടിയിൽ പെട്ട് കിടക്കുമ്പോൾ ആ പെട്ടുകിടക്കുന്ന ആൾക്കാരുടെ ജീവൻ നമുക്ക് കിട്ടുമോ എന്നുള്ള ഒരു വെപ്രാളം ആണ് നമുക്ക് മനുഷ്യർക്ക്, സഹജീവികൾക്ക്, അവിടെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് വേണ്ടത്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ആ ഏരിയ ക്ലിയർ ആക്കിക്കൊണ്ട് ആരെങ്കിലും അതിൻ്റെ ഉള്ളിൽ ജീവനോടെ ഉണ്ടോ, ഇനി ആരെങ്കിലും നമുക്ക് ജീവനോടെ കിട്ടുമോ. ചെറിയൊരു ടാസ്ക് അല്ല, വലിയൊരു ഏരിയയിലേക്കാണ് ഈ മണ്ണ് സ്പ്രെഡായി വീണില്ല. അതിൻ്റെ ഒരു വ്യൂ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട സമയത്ത് ഇതൊന്നും ഞാനറിയില്ല, ഞാനിപ്പം മന്ത്രിയായിട്ട് വെറും 2 മാസമേ ആയിട്ടുള്ളൂ. ജൂൺ 1-ാം തീയതിയാണ് ഞാൻ മന്ത്രിയായത്. ഇതിപ്പം ജൂൺ കഴിഞ്ഞ് ജൂലൈ കഴിയുന്നേ ഉള്ളൂ, 2 മാസമേ ആയിട്ടില്ല. കണക്കിനെ പറ്റി ഒന്നും അറിയില്ല. ഇതെല്ലാം പഴയ മന്ത്രിസഭ ഉണ്ടാക്കിയതാണ്. ഒരു മന്ത്രി പറഞ്ഞതാണ് ഇത്. അതുപോലെ ഇയാൾ മന്ത്രിയായതിനു ശേഷം ഒരു മീറ്റിംഗ് കൂടി പോലും. എന്നിട്ട് ഈ കൊങ്കൺ റെയിൽവേൻ്റെ ഈ തുരങ്കം ബോധം ഉണ്ടാക്കുന്ന ആൾക്കാരുടെയും പിന്നെ PWD ആൾക്കാരുടെയൊക്കെ മീറ്റിംഗ് വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈ പരിപാടികൾ പിന്നെ ഈ മണ്ണ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിന് പോലും. എന്നിട്ട് അതൊന്നും അവർ കേൾക്കായിട്ടാ പോലും. ഈ കരാറെടുത്ത ആൾക്കാർ ഒന്നും കേൾക്കുന്നില്ല പോലും. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അപ്പുറം ഇപ്പുറം പൈചാരുന്നത് ഇത് നിർത്തിക്കൂടെ ഇനിയുള്ള ഗവൺമെന്റ്. ഈ ഒരു 2026 ഇത്. നമ്മൾ ഈ 1980കളിലുള്ള അല്ലെങ്കിൽ അതിന് ശേഷമുള്ള രാഷ്ട്രീയം എപ്പോഴും അത് തന്നെയാണ്. അപ്പുറം ഇപ്പുറം ചളിവാരിയാണ് രാഷ്ട്രീയത്തിലെ മെയിൻ ആയിട്ടുള്ള അജണ്ട അല്ലെങ്കിൽ മെയിൻ പരിപാടി. പക്ഷെ ഈ ഒരു ഇത്രയും പ്രോഗ്രസീവായിട്ട് ഇത്രയും ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇത് ഞാനല്ല ഇവനാ ചെയ്തതെന്ന് പറയാം നമുക്ക്. ഓക്കെ, നമുക്ക് ബ്ലെയിം ചെയ്യാം, തെറ്റില്ല. ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും ഇതെങ്ങനെ വന്നതെന്നറിയാൻ. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ടായി, ഒരു ജനങ്ങൾ സഫർ ചെയ്യുന്ന സമയത്ത്, കഷ്ടപ്പെടുന്ന സമയത്ത് തന്നെ ഇതൊന്നും ഞാനല്ലേ, ഇതെല്ലാം മറ്റേ ആളാണ്. എടോ, മറ്റേ ആളാണെങ്കിൽ അയാളെ ഒഴിവാക്കിയിട്ടല്ലേ ജനങ്ങൾ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളെ മന്ത്രിയാക്കിയിരിക്കുന്നതും മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നതും മറ്റുള്ള സ്ഥാനങ്ങളിൽ നിങ്ങളെ എത്തിച്ചിരിക്കുന്നതും എന്തിനാണ്? ജനങ്ങൾക്ക് മറ്റുള്ളവരെ മാറ്റിയിട്ട് അവർക്കൊരു മാറ്റം വേണം, കാര്യങ്ങൾ കുറച്ചുകൂടി പുരോഗതിയിലേക്ക് നീക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ജനങ്ങൾ വോട്ട് തന്നിട്ട് നിന്നെയൊക്കെ മന്ത്രിയും ഇക്കോലെ സോക്കോൾഡ് പദവിയിലൊക്കെ എത്തിച്ചിരിക്കുന്നത്. ഒരു ഓർമ്മ പോലും ഇല്ലാണ്ട് ഇങ്ങനെ പറയുക, അപ്പുറം ഇപ്പുറം ചളിവാരി എറിയുക. ഫസ്റ്റ് നമ്മൾ കാണേണ്ടത് അവിടെ എന്താണ് കറക്റ്റ് സിനാരിയോ എന്ന് അറിയണമെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട കറക്റ്റ് നമുക്ക് അവിടെ മനസ്സിലാവും എന്താ അവിടെ നടക്കുന്നതെന്നുള്ളത്. ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിലുള്ളത്. ഇത്രയും ഒരു ഏരിയയിലാണ് ആ മണ്ണ് മൊത്തം സ്ലൈഡായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അത് മണ്ണ് അവിടെ കൂട്ടിവെച്ചത് കൊണ്ട് തന്നെയാണ്. ആ ഒരു ടോപ്പിക്കിലേക്ക്, ഡിസ്കഷനിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ഇവർ പറഞ്ഞത് ഭാഗം ശരിയാണ്, ഇവർ പറഞ്ഞ ഒരു സംഭവം ശരിയാണ്. പക്ഷേ ഇപ്പം അതിനുള്ള സമയമല്ലല്ലോ. നിങ്ങളിത് പ്രകൃതി പോലെ ഒരു എക്സാമ്പിൾ പറയാം. ഈ മണ്ണൊന്നും കൂട്ടി വെച്ചിട്ടില്ല. മറ്റേ മുണ്ടക്കയത്ത് ഉണ്ടായതുപോലെ ഒരു പ്രകൃതിക്ഷോഭം അവിടെ ഉണ്ടായെന്ന് കൂട്ടിക്കോ, അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. അപ്പം നിങ്ങൾ അതിന് വേണ്ട റിബഡീസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ആർജവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരാൾക്കാരെ നമുക്ക് വേണ്ടത്. നമുക്ക് ഇവിടെ അപ്പുറം ഇപ്പുറം കുറ്റം പറയുന്ന അയൽക്കൂട്ടങ്ങളെ ആരും ഇതാ പറയുന്നതല്ല, സാധാരണ ഇതിൽ നമ്മൾ കാണാം. പിന്നെ ഇങ്ങനെ അപ്പുറം ഇപ്പുറം കുറ്റം പറഞ്ഞ് നടക്കുന്ന ടീമുകളെ, അങ്ങനെയുള്ള ഒരു സംഭവമല്ല നമുക്കിവിടെ വേണ്ടത്.
നമുക്കിവിടെ ജനങ്ങൾക്ക് വേണ്ടത് തികച്ചും പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന, നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരാണ്. ഇതാ നമ്മുടെ മന്ത്രി, ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊന്ന് കേട്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞുതരാം. എൻ്റെ ഒരു കൺസെപ്റ്റ് അതിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം. അയാളുടെ രീതി പറഞ്ഞു, പക്ഷെ അത് എത്രത്തോളം ഇവിടെ പ്രാക്ടിക്കലാണ് അല്ലെങ്കിൽ എത്രത്തോളം ഈ സന്ദർഭത്തിന് യോജിക്കുമോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പ്രതിഷേധം എന്താ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കി, ഞാൻ കേട്ടിട്ടില്ല. അതിന്റെ വീഴ്ചയും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നമ്മൾ വന്ന് കൊടുത്ത ആൾക്കാർ അവരാ. അന്നാണ് ഇതിനൊക്കെ പ്രിക്കോഷൻ എടുക്കേണ്ടത്. നമ്മുടെ മെയിൻ പേരിട്ട കേട്ടില്ലേ, കൊടുത്ത ആൾക്കാർ അവരാണ്. ഏത് കഴിഞ്ഞ മന്ത്രിസഭയിൽ അവരാണ് കൊടുത്തത്. അന്ന് പ്രിക്കോഷൻ എടുക്കണം പോലും. ഏത് ഇന്ന് മഴ പെയ്യുന്നതിനും അവിടെ മണ്ണ് കൂട്ടിയിടുന്നതിനും ഇന്ന് അവരെ മന്ത്രിസഭ തന്നെ തിരിച്ചു വരുമോ ഇല്ലെന്ന് അവർക്ക് അറിയോ? അവരന്ന് പറയണം മണ്ണ് കൂട്ടാൻ ഇടാൻ പാടില്ല, അന്ന് പറഞ്ഞു വെക്കണം പോലും. ഇന്നത്തെ ഈ ദുരന്തം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എന്നാലും ഇത് കേൾക്കാം, നമുക്ക് നോക്കാം. അതിനൊന്നും ഞാൻ ആ രാഷ്ട്രീയത്തൊന്നും ഞാൻ പോകുന്നില്ല. അതാ നല്ലത്. എന്താന്ന് വെച്ചാല് ഇവിടെ മണ്ണ് നന്നായിട്ട് കൂട്ടിയിട്ടു. അത് കൊങ്കൺ റെയിൽവേ അധികൃതരോട് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി നമ്മൾ സൂചിച്ചിട്ടുണ്ട്. അതിന്റെ അപകട സാധ്യത ഒക്കെ ജൂൺ 10-ാം തീയതി ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം ഇതിനൊരു മീറ്റിംഗ് വിളിച്ചു. കൊങ്കൺ റെയിൽവേ അധികൃതരെയും PWD ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ. ആ മീറ്റിംഗിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സൈറ്റ് പോയി പരിശോധിക്കാൻ വേണ്ടി ചോദിച്ചു. PWD നിങ്ങൾ ആലോചിക്കണം, ഒരു PWD സെക്രട്ടറിയായി ഡോക്ടർ അദീല IAS-നെയും വിനോദ് IAS-നെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും അങ്ങോട്ട് ഒന്നും വിചാരിക്കരുത് മന്ത്രി സാർ, നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ മോശമാണ്. ഒരു വിഷയമുണ്ട്, ഇവിടെ ഒരു വിഷയമുണ്ടായപ്പോൾ നിങ്ങളിത് ചെയ്തെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഈ മന്ത്രിയാണ് ഈ ഒരു വിഷയത്തിന് കാരണം എന്ന് ആരെങ്കിലും പറഞ്ഞു? പത്രപ്രവർത്തകർ ചോദ്യം ചോദിക്കും. നിങ്ങളെ പിരികേറ്റാനും അല്ലെങ്കിൽ സ്ക്രൂ ചെയ്യാനും നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും നോൺസെൻസ് വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പത്രപ്രവർത്തകർ മാക്സിമം സ്ക്രൂ ചെയ്യും. അത് അവരുടെ ജോലിയാണ്. മീഡിയാസിൻ്റെ അല്ലെങ്കിൽ സോക്കോൾഡ് പാപ്പരാസികളുടെ ജോലിയാണ് നിങ്ങളെ മാക്സിമം പിരികേറ്റി വെക്കുക എന്നുള്ളത്. അവരുടെ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ്. പക്ഷെ നിങ്ങൾ ഈ പറയുന്നത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെയുള്ള PWD പിന്നെ ഓഫീസർമാരെയും കലക്ടറുടെ ഒക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ മേലയിൽ ഇവരൊക്കെ കൂടിയിട്ടാണ് ഇതിൻ്റെ കൂട്ട ഉത്തരവാദിത്തമാണെന്ന രീതിയിൽ നിങ്ങൾ അതങ്ങ് ബ്ലെയിം ചെയ്തിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടത് സുരക്ഷയാണ്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം. ഇപ്പോൾ പറ്റിപ്പോയ കാര്യത്തിന് എന്താണ് സമാധാനം, അതാ വേണ്ടത്. അല്ലാതെ നിങ്ങളോട് ഇവിടെ കുറ്റക്കാരെ കണ്ടുപിടിക്കാനല്ല വരുന്നത്. കൊലപാതകം നടന്നതല്ല ഇവിടെ. ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കോമൺ സെൻസ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നടന്ന കൊലപാതകമല്ല. മനസ്സിലായില്ലേ? ഇവിടെ ഒരു കൂട്ടക്കൊലപാതകമല്ല നടന്നത്. ഇതൊരു ആക്സിഡൻ്റ് ആണ്. ഓക്കെ, അപ്പം അതിൽ എന്ത് പറ്റിയെന്നൊക്കെ ഉള്ളത് അന്വേഷണത്തിന് ശേഷം നമുക്ക് പറയാം. ഫസ്റ്റ് തന്നെ വന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ആൾക്കാരെ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു. എന്തൊരു വിഡ്ഢിത്തരമാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും അങ്ങോട്ട് അയച്ചു. ഓൺലൈൻ മീറ്റിംഗ് കൂടിയപ്പോൾ വയനാട് കളക്ടറും കോഴിക്കോട് കളക്ടറും ആദ്യത്തെ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. സൈറ്റ് പോയി പരിശോധിച്ചപ്പോൾ ഇവർ റിപ്പോർട്ട് തന്നു. അതൊരു അപകടകരമായ അവസ്ഥയിലാണ് ആ മണ്ണ് കൂട്ടിയിട്ടുള്ളത്. അതൊന്നുകിൽ അവിടെ നീക്കം ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ എടുക്കണം എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 1-ാം തീയതി അപ്പോൾ മന്ത്രിയും അല്ല ഈ കലക്ടറും PWD ഓഫീസേഴ്സൊക്കെ നിങ്ങൾക്ക് റിപ്പോർട്ട് തന്നു. അവിടെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മാറ്റണം എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ പറഞ്ഞ ആരും കേട്ടില്ല എന്ന് നിങ്ങളിപ്പോൾ പറയാൻ പോകുന്നത് അല്ലേ? നിങ്ങളിതൊക്കെ പറഞ്ഞിരുന്നു മാറ്റാൻ, ഞാൻ ഏൽപ്പിച്ചിട്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ രാജിവെച്ചിട്ട് പോകുന്നത് നല്ലത്. നിങ്ങൾ പറയുന്നത് ആരും കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൈവില്ലായ്മയാണത്. ഞാനൊരു സ്ഥാനത്തിരിക്കുന്നു, ഞാൻ പറയുന്നത് എൻ്റെ സബോർഡിനേറ്റ് അല്ലെങ്കിൽ താഴെയുള്ള ആൾക്കാർ ചെയ്യുന്നില്ലെങ്കിൽ അവരെ ആ സ്ഥാനത്ത് അവർ ഇരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ പണിയാണ്. ഒരു അപകടം ഉണ്ടായതിനു ശേഷമല്ല ആൾക്കാരെ സസ്പെൻഡ് ചെയ്യേണ്ടതോ പുറത്താക്കേണ്ടതോ. ഇത് വളരെ വലിയൊരു കൃത്യവിലോപമാണ്. മന്ത്രിയുടെ പേരിൽ തന്നെയാണ് ഇത്. വേറെ ആരെയും ബ്ലെയിം ചെയ്തിട്ടൊന്നും രക്ഷപ്പെടുന്നത് ഒരിക്കലും ഒരു യുക്തിക്ക് യോജിക്കുന്നതല്ല, ധാർമ്മികതയുമല്ല. അതിനടിച്ചാൽ ജൂലൈ 1-ാം തീയതി വീണ്ടും മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗ് കൂടിയിട്ട് അവരോട് ഗൗരവമായിട്ട് പറഞ്ഞിട്ട് എനിക്ക് മേപ്പാടിയുടെയും വയനാടിന്റെയും സാഹചര്യങ്ങളൊക്കെ നന്നായി അറിയുന്ന ഒരു വ്യക്തിയെന്ന നിനക്ക് തന്നെ ഞാൻ ഇതിന്റെ ഗൗരവം അവരോട് പറഞ്ഞിട്ട്. കൊങ്കൺ റെയിൽവേ അധികൃതർ പറയും യാതൊരു പ്രശ്നങ്ങളില്ല, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് എടുത്തിട്ടുണ്ട്, അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴും നമ്മൾ പറയും വയനാടാണ് മേപ്പാടിയാണ് ശ്രദ്ധിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ പിന്നെ വർക്ക് പ്രവൃത്തികളൊന്നും ഇപ്പൊ ചെയ്യരുത്, മഴക്കാലത്ത് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ അവരൊന്ന് അങ്ങനെ കർശന നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് അവിടെ പണി നടക്കാതെ പോയത്. ഇനി എന്താണ് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പോയി പരിശോധിക്കണം. ഇനി പാടുന്നില്ല തുടർ പ്രവർത്തനങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ റവന്യൂ വകുപ്പും പാരിസ്ഥിതിക വകുപ്പും പൊതുമരാമത്ത് വകുപ്പും എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് വേണം അതിന്റെ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകാൻ. കാരണം അത് വയനാടാണ്, വയനാടിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. മിസ്റ്റർ മന്ത്രി, വയനാടാണ്, വയനാട് പാരിസ്ഥിതിക കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ആര്? നമ്മളാ? നമ്മൾ ജനങ്ങളാ? അല്ലെങ്കിൽ ആ പറയുന്ന മീഡിയ പ്രവർത്തകരാണോ വയനാടിൻ്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയുടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സതീശൻ സാറ്
പ്രതിപക്ഷത്തിലുണ്ടപ്പോൾ പറഞ്ഞിരുന്നല്ലോ ഈ പദ്ധതി, ഞാൻ ഒരു രാഷ്ട്രീയത്തെയും അന്ധമായി അനുകൂലിക്കുന്ന ഒരാളല്ല, ഓക്കെ, നിഷ്പക്ഷമായിട്ട് തന്നെ ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങളിപ്പം ചോദിച്ചല്ലോ വയനാടാണ്, വയനാടിൻ്റെ പാരിസ്ഥിതിക മേഖല നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത്, പ്രതിപക്ഷത്തിനുണ്ടായിരുന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സതീശൻ സാർ പറഞ്ഞിരുന്നു, ഈ കൊങ്കൺ ഈ തുരങ്ക പദ്ധതി ഒന്നും നമുക്ക് യോജിച്ചതല്ല, വയനാടിന് യോജിച്ചതല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു ആ വിഷയത്തിൽ. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണല്ലോ, അല്ലേ? മുഖ്യമന്ത്രിയുടെ ഫുൾ പവർ ഉപയോഗിച്ചിട്ട് ഈ പ്രോജക്റ്റ് എന്തുകൊണ്ട് നിർത്തലായിക്കൂടാ? ഏറി വന്നു കഴിഞ്ഞാൽ എത്രയോ കോടി, അതിനെത്രയോ ഇപ്പം മുടക്കിയ കോടി, ആ കോടികൾ പോട്ടെ. ഇനി ഇങ്ങനെ ഒരു തുരങ്കപാത ഉണ്ടാക്കി ഇനി ഭാവിയിൽ വരാൻ പോകുന്ന എത്ര വലിയ വിപത്തായിരിക്കും. ഇതുപോലെ ആ ഏരിയയിൽ നിന്ന് വേറൊരു ഏരിയയിൽ നിന്ന് ഇവർ തുരങ്കം എടുത്തതിൻ്റെ ഭാഗമായിട്ട്, മണ്ണ് നീങ്ങിയതിൻ്റെ ഭാഗമായി അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കൂടാ, മണ്ണിടിച്ചിൽ ഉണ്ടായിക്കൂടെന്ന് ആര് കണ്ടു? ഇവർ ചെയ്യാൻ പോകുന്ന ജോലികളിലൊക്കെ എത്രമാത്രം പ്രൊഫഷണലിസം ഉണ്ടാവും, എത്രമാത്രം തട്ടിപ്പുണ്ടാവും. സിമെന്റും കമ്പിയും ലാഭം നോക്കാതെ ഒരു കോൺട്രാക്ടിങ് കമ്പനിയും നാളിതുവരെ പ്രവർത്തിച്ചിട്ടില്ല. അതിൻ്റെ റിസൾട്ടുകൾ തന്നെയാണ് നമ്മൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ ദുരന്തങ്ങളും. അതുപോലെ തന്നെ ഒരു ദുരന്തമല്ലേ ഭാവിയിൽ വരാൻ പോകുന്നത്. നിങ്ങളിത് ക്യാൻസലാക്കണം. ഹേയ്, പ്രതിപക്ഷത്തിൽ ഇരുന്നപ്പോൾ കട എന്ന് പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ ആ പ്രതിപക്ഷത്തിൽ ഇരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ദയവ് ചെയ്ത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ആർജവം കാണിക്കണം, നിങ്ങളും നിങ്ങളുടെ ഫുൾ ടീമും. എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രകൃതി ദുരന്തം ഉണ്ടാകാത്ത, നാടിന് നഷ്ടമുണ്ടാകാത്ത, പരിസ്ഥിതിക്ക് മോശമുണ്ടാകാത്ത പുതിയ കാര്യങ്ങൾ കൊണ്ടുപോവാ. അപ്പൊ ജനങ്ങൾ സ്വീകരിക്കും. സാഹചര്യം നമ്മളെ മനസ്സിലാക്കണം. ഇതൊക്കെ ഇവിടുന്നാണ് കൊടുത്തതാ പാരിസ്ഥിതിക അനുവാദം പറയുന്നത്. ഈ പറയുന്ന നമ്മുടെ സ്റ്റേറ്റ് കൊടുത്തു, ഡൽഹിയിൽ നിന്ന് കൊടുത്തു. അവിടുത്തെ പാരിസ്ഥിതിക വകുപ്പ് ആണെന്നാണ്, മന്ത്രാലയത്തിൽ നിന്നാണ് അതിന് അനുമതി ലഭിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇയാള് വ്യക്തമായിട്ട് ഇത് ആരെയാ കുറ്റം പറയുന്നത്? കേന്ദ്ര പാരിസ്ഥിതിക ഡിപ്പാർട്ട്മെന്റ് പോലും അനുമതി കൊടുത്ത് കൈക്കൂലി വാങ്ങിയിരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എടോ, നിങ്ങളൊക്കെ ആർജവമുള്ള മന്ത്രിമാരാണെങ്കിൽ, ആർജവമുള്ള മന്ത്രിസഭയാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ക്യാൻസൽ ചെയ്യും. കുറ്റം പറയാൻ ഇപ്പം പറഞ്ഞില്ലേ, ക്രിട്ടിസൈസ് ചെയ്യാൻ, കുറ്റം പറയാൻ വേണ്ടി കുറ്റം പറയാൻ മാത്രമാണെങ്കിൽ അത് നമുക്കൊക്കെ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന പണിയാണ്. അത് ചെയ്യാൻ ഒരു മന്ത്രിയുടെ ഒന്നും ആവശ്യമില്ല. ഈ മുമ്പേ ഉണ്ടായിരുന്ന ആളെ കുറ്റം പറയുക, നിങ്ങൾ ആരെയും കുറ്റം പറയേണ്ട, ആളെ പിന്നെ പേരും അഡ്രസ്സും എന്താ ചെയ്തതെന്നുള്ള കാര്യം മാത്രം മതി. വിശദീകരിച്ചിട്ട് ബാക്കി നമ്മൾ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഈ മന്ത്രി ഇപ്പം പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷെ കാര്യങ്ങൾ ചെയ്യാനാണ് പാട് മിസ്റ്റർ മന്ത്രി. സർക്കാർ മുഖ്യമന്ത്രി സംസാരിച്ചിട്ട് മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് അതിന് തീരുമാനം സർക്കാർ തരത്തിലുണ്ടാവും. അത് അന്ന് ഗവൺമെന്റ് കൊടുക്കേണ്ടത്. ഈ വർക്ക് തുടങ്ങിയത് 10 മാസമായി. നൈസ് എന്ന് പറഞ്ഞാല് അതായത് ഇതിനൊക്കെ യാതൊരു ഉത്തരവാദിത്വമില്ല. ഞാൻ ഇന്നലെ മന്ത്രിയായിട്ട് വന്നതാണ്. ഇന്നലെയല്ല, നിങ്ങൾ ഇന്ന് രാവിലെ മന്ത്രിയായതാണ് പോലും. ഇന്ന് വൈകുന്നേരം ഒരു ദുരന്തമുണ്ടായാൽ നിങ്ങളാണ് വൺ ഹു ഹാവ് ടു ആക്ട്. അവിടെ പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ് ഡിസിഷൻ മേക്കർ. ഇനി നിങ്ങൾ പണ്ട് ചത്തോന്റെ ജാതകം നോക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടാ? മന്ത്രിസഭയും പോയി, ആ മന്ത്രിയും പോയി, ആ മുഖ്യമന്ത്രിയും പോയി, എല്ലാം പോയി. ഇത് ഇപ്പോൾ പണ്ട് പറഞ്ഞ പോലെ ചത്തോനാണ് കാരണം, ഓന്റെ ജാതകം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇപ്പോൾ നടക്കുന്നത്. ഇങ്ങനെയുള്ള മന്ത്രിമാരൊക്കെ ഉണ്ടെങ്കിൽ അത് വരെ വളരെ മോശമാണ്. ഇനി നിങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പറ്റിയ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തമായിട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ടുപോവാ, ആർജവമുള്ള ആൾക്കാരെ. ഒന്നല്ല, ഒരുപാട് ഡയലോഗുകളുണ്ട് ഇയാളുടെ. ജൂലൈ 10 തുടങ്ങിയില്ലേ, ഇതിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ നമ്മളല്ല, PWD അല്ല, കൊങ്കൺ റെയിൽവേനെ കിഫ്ബി SPV ആക്കിയതാണ്. ഇതിന്റെ വർക്ക് അറേഞ്ച്മെന്റ് കൊങ്കണാണ്, എല്ലാ മേൽനോട്ടും കൊങ്കണാണ്. അല്ല, നമ്മളല്ല. PWD മേൽനോട്ട് ചാരണ്ട, നമ്മളെ നിങ്ങൾ കുത്തി ചോദിക്കണപ്പോൾ അതാണല്ലോ. അല്ല, ഇത് നമ്മൾ പിന്നെ നാട്ടിലെ ഒരു വിഷയമായതുകൊണ്ട് PWD ഉദ്യോഗസ്ഥന്മാരെയും സെക്രട്ടറിനെയും അങ്ങോട്ട് അയച്ചതാണ്. ഇയാൾ എന്താണോ പറയുന്നത്? നിങ്ങൾ ഇപ്പൊ ഇവിടെ ആരെങ്കിലും പറഞ്ഞോ മന്ത്രിയാണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ കേരള സർക്കാർ ഇത് ചെയ്തത് ആരെങ്കിലും പറഞ്ഞോ? അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അവിടെ മണ്ണുണ്ടായിരുന്നോ, ആ ഏൽപ്പിച്ച കമ്പനി മണ്ണ് മാറ്റിയില്ലേ, ഇന്ന കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ പറയുന്നത് 10 മാസം മുമ്പുള്ള നമ്മളല്ല, എനിക്കറിയില്ല, നമ്മളല്ല. സാറേ, നിങ്ങളാന്ന് ആരെങ്കിലും ഇവിടെ പറഞ്ഞോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളാണെങ്കിലും നിങ്ങളല്ലെങ്കിലും നിങ്ങളാണ് മന്ത്രി, ബന്ധപ്പെട്ട വകുപ്പിന്റെ മന്ത്രി നിങ്ങളാണ്. അപ്പൊ അവിടെയുള്ള കാര്യങ്ങൾ ഇനി ക്ലിയർ ചെയ്യേണ്ടത്, അതിലുള്ള ആൾക്കാരെ രക്ഷിക്കേണ്ടത്, അവിടെയുള്ള മണ്ണ് നീക്കേണ്ടത്, ഇനി ഇങ്ങനെ ഒരു ദുരന്തം അവിടെ ഉണ്ടാകാതിരിക്കേണ്ടതൊക്കെ നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങൾ എന്ത് ചെയ്ത് ബിരിയാണി നിന്നിട്ട് കൈ കഴുകുന്ന പോലെ വേഗം കൈയും കഴുകിയിട്ട് രക്ഷപ്പെടാൻ നോക്കുന്ന?
നിങ്ങൾ മന്ത്രി എന്ന് പറഞ്ഞാൽ മന്ത്രി കസേരയിൽ ഇങ്ങനെ നെളിഞ്ഞിരുന്നിട്ട് ഓർഡർ കൊടുക്കുന്നത് മാത്രമാണെന്ന് വിചാരിച്ചത്? സത്യം പറയാം, നമ്മുടെ നാട്ടിലെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് വളരെ വളരെ ഖേദകരമായ ഒരു സാഹചര്യം തന്നെ പറയേണ്ടിയിരിക്കുന്നു. സത്യം പറയാം, ഇതിൽ യാതൊരു രാഷ്ട്രീയമില്ല, ഒരു രാഷ്ട്രീയമില്ല. ഈ പറയുന്ന ഇതേ നയമാണ് ഒരു CPM മന്ത്രി അല്ലെങ്കിൽ ഒരു BJP മന്ത്രി എടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ്, ഇതേ മറുപടി തന്നെയാണ് പറയാനുള്ളത്. ഇതിപ്പോൾ ഈ മന്ത്രി ഇയാൾ CPM മന്ത്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇയാൾ കോൺഗ്രസ് മറ്റേ BJP മന്ത്രി ആയിക്കോട്ടെ, ഈ അഭിപ്രായം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. വളരെ വളരെ വൃത്തിയായിട്ട രീതിയിലാണ് ഇവരുടെ ഒരു ശൈലി. രാഷ്ട്രീയം കാണില്ല, ഒരു ദുരന്തം ഉണ്ടായതാ, ഉണ്ടാക്കിയവരുണ്ട് ഇതിന് വ്യത്യാസ വീര, നമ്മളല്ല. ഇയാള് സത്യം പറയാൻ പക്ക നോൺസെൻസ് അല്ല പറയുന്നത്. ഇയാളോട് നമുക്ക് ഇതന്നെയല്ല പറയാനുള്ളത്. ഒരു ദുരന്തം ഉണ്ടായാണ് മന്ത്രി, അവിടെ നിങ്ങൾ വന്നിട്ട് ഞാനല്ല മറ്റവനെ ഉണ്ടാക്കിയത് ഞാൻ പോട്ടെ വന്നിട്ട് പോകലാണോ? നിങ്ങൾ അവിടെ വേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കൂ, കാര്യങ്ങൾ സോൾവ് ആക്കേണ്ട കാര്യങ്ങളിലേക്ക് നീങ്ങണം. അത് പിന്നെയും മുഖ്യമന്ത്രി കുറച്ചും കൂടി ഉത്തരവാദിത്തം സംസാരിച്ചിട്ടുണ്ട്. ഈ വകുപ്പ് മന്ത്രിയാണ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാതിരിക്കുക. നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രാഥമികമായ വിവരം, ഒരാൾ മരണപ്പെട്ടു ദുരന്തത്തിൽ. 7 പേര് ആശുപത്രിയിലാണ്, 7 പേര് മിസ്സിംഗ് ആണ്, അവരെ കാണാതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മീനങ്ങാടിയിൽ നിന്നുള്ള നമ്മുടെ ഫോഴ്സ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്നുള്ള ഫോഴ്സ് കൂടി എത്തിച്ചേരും. പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള സംസ്ഥാന പോലീസിൻ്റെ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തൃശ്ശൂരിൽ നിന്ന് ഡിഫൻസിൻ്റെ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും അവിടെ വളരെ പെട്ടെന്ന് എത്തും. ഇത് മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും മുഖ്യമന്ത്രി പറഞ്ഞതാണ് അതിന്റെ കാര്യങ്ങൾ. അതായത് ഫയർഫോഴ്സ് റെഡിയാണ്, ഇന്ന ടീം റെഡിയാണ്, ഡിഫൻസ് ഫോഴ്സിന്റെ എല്ലാവരും റെഡിയാണ്. അപ്പോൾ ജനങ്ങൾക്ക് പേടിക്കണ്ട, ഒരു ഉള്ള ആൾക്കാരെ മാക്സിമം രക്ഷിക്കാൻ പറ്റും, ഇനി ഇങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ഇപ്പോൾ മുഖ്യമന്ത്രി വേറൊരു കാര്യം പറയുന്നുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതും കൂടി ആയാലും ഇത് വൈൻഡപ്പായി, ഞാൻ പറഞ്ഞ സംഭവം ക്ലിയർ ആവും. 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ അവർ അതിൻ്റെ കരാറുകാർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. കനത്ത മഴ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. രാവിലെ 225 സെന്റിമീറ്റർ മഴ പെയ്തു എന്നുള്ളതാണ്. ഇപ്പോഴും മഴയുണ്ട്, വലിയ മഴയല്ലെങ്കിൽ. അപ്പോൾ സാറേ, അപ്പോൾ ഇങ്ങനെ അവിടെ ഈ റിപ്പോർട്ട് കൊടുത്തത്, ഈ മണ്ണ് കോരാൻ റിപ്പോർട്ട് കൊടുത്തിട്ട് ചെയ്യാത്ത കരാറ് പാലിച്ചില്ലെന്നല്ലോ പറയേണ്ടത്. അവന്മാരെ പിടിച്ച് ജയിലിലിടണം, അവരെ പ്രതി ചേർത്ത് കേസെടുക്കണം. നിങ്ങളിപ്പം പറഞ്ഞല്ലോ, മന്ത്രി വകുപ്പ് തല യോഗം കൂടി റിപ്പോർട്ട് കൊടുത്തു, ഇന്ന സാധനം അവിടുന്ന് ഈ സാധനം അവിടുന്ന് മാറ്റണം, മണ്ണ് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കേൾക്കാത്ത ആ കോൺട്രാക്ടർക്കെതിരെയും അവിടെയുള്ള കമ്പനിക്കെതിരെയും കേസെടുക്കണം. മനഃപൂർവമായ നരഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതിൽ കേസെടുത്തിട്ട് അവന്മാരൊക്കെ ജയിലിലിട്ടിട്ട് പൂട്ടണം. അല്ലാതെ അവർ കരാറ് പാലിച്ചില്ല ഗണാഗുണ പറഞ്ഞിട്ട് പോക്കല്ല, ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം. അത്രയും വലിയ തോന്നിവാസമല്ല എടുത്ത് തന്നിട്ടുള്ളത്. മഴ ഇന്ന് രാവിലെ ഉണ്ടായ മഴ, ഇനി അതിന് കുറ്റം പറ്റാനിട്ടങ്ങ് പോകല്ല. നിങ്ങൾ പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. നിങ്ങൾ കഴിഞ്ഞ ഈ മന്ത്രി ചാർജ് എടുത്ത് ജൂൺ 1-ാം തീയതി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 2 മാസത്തോളം ഈ ഒരു അപകടം ഉണ്ടാകുന്നവരെ അവർ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. വ്യക്തമായിട്ട് കേസെടുക്കണം. മുഖ്യമന്ത്രി നൈസായിട്ട് പറഞ്ഞു പോയാ ചെയ്യുന്നില്ല. ഇപ്പോഴും മഴയുണ്ട്, വലിയ മഴയല്ലെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മഴയുണ്ട്. ഇതൊരു ചെളി കലർന്ന മണ്ണാണ്. അവിടുത്തെ മണ്ണിന്റെ ഘടന വളരെ വ്യത്യാസമാണ്. അതിങ്ങനെ സ്ക്രാപ്പ് ചെയ്താണ് വെച്ചിരുന്നത്. അത് നിലനിൽക്കുന്നതല്ല എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവിടെ പോയി തന്നെ കണ്ടു പരിശോധിച്ച് ബന്ധപ്പെട്ടവർക്ക് അവിടെ ആവശ്യപ്പെട്ടിരുന്നതാണ്. കരാറുകാരാണ് അത് നീക്കം ചെയ്യാറുള്ളത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. എന്ത് നൈസാ നോക്കണേ. ഞാൻ ഇതില് ആരെയും കുറ്റം പറയാനോ രാഷ്ട്രീയം പറയാനോ വന്നതല്ല. വളരെ വിഷമമുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഇങ്ങനെയുള്ള കമ്പനികളെ സോക്കോൾഡ് മുതലാളിത്ത കുത്തക ലാഭം മാത്രം നോക്കി ജനങ്ങൾ ചാവട്ടെ എന്ന് ചിന്തിക്കുന്ന കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കി അതിൻ്റെ ആരാണോ അതിൻ്റെ ഇൻഡാസ് കൊണ്ട് നടക്കുന്ന കുളാണ്ടർ അവന്മാരൊക്കെ പിടിച്ച് ജയിലിലിട്ടിട്ട് കുറച്ച് കിടത്തണം. മനഃപൂർവമായ നരഹത്യക്ക് കേസെടുത്ത് ഉള്ളിലിടണം. എന്നാലേ അവരൊക്കെ ജയിലിൽ കിടന്നിട്ട് മേലോട്ട് നോക്കി നോക്കുമ്പോൾ പഠിക്കൂ ചെയ്ത തോന്നിവാസത്തിൻ്റെ ഡെപ്ത് എന്താണ്, ഇവർ കാണിച്ചിരിക്കുന്ന കൃത്യവിലോപം എന്താണെന്നുള്ളത്. സർക്കാരിൻ്റെയും ജനങ്ങളുടെയും ജീവന്
അല്ലെ സർക്കാരിൻ്റെ കാര്യമാണെന്ന് ചോദിച്ചിട്ട് ആരാൻ്റെ കള്ള് വെറുതെ കിട്ടിയാൽ കുറേ കുടിക്കാന്നുള്ള പോലെ പ്രൊജക്റ്റ് കിട്ടി, ഞങ്ങൾക്ക് കോൺട്രാക്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് തോന്നിവാസം കാണിച്ചിട്ട് പോക്കല്ല. അവിടെയാണ് ഗവൺമെൻറ് സ്ട്രോങ് ആകേണ്ടത്. അല്ലാതെ പ്രസംഗത്തിൽ വന്നിട്ട് മറ്റോൻ കട്ടു ഇവൻ കട്ടു പഴയ ആൾ ഇന്ന് കൊണ്ടാന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ അപ്പുറം ഇപ്പുറം അടുപ്പിക്കുകയാകരുത് ഒരു ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ഒരു ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം അതാകരുത്. ജനങ്ങളുടെ നന്മ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആ ഒരു ഏരിയയും അവിടെ നടന്ന കാര്യങ്ങളും കണ്ടായില്ലേ, ഒരു മനസാക്ഷിയുള്ള ഒരാൾക്ക് കണ്ണടച്ച് നിൽക്കാൻ പറ്റില്ല. ഈ അപകടം നടന്ന മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 4 മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആ പ്രദേശം ഒന്നാകെ ഇപ്പോൾ ഏതവസ്ഥയിലായിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു പ്രധാനപ്പെട്ട പാത ആകെ തകർന്നിരിക്കുന്നു. പാലത്തിന് ബലക്ഷയം വന്നിരിക്കുന്നു. അവിടെ അടിഞ്ഞുകൂടിയ മണ്ണ് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആളുകൾക്ക് നടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ രക്ഷാപ്രവർത്തകർക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവർക്ക് കണ്ണിചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോഴും വാഹനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടില്ല. തൊട്ട് താഴെ കൂടെ പുഴ ഒഴുകുകയാണ്. അവിടേക്ക് ഒരു ബസ് വന്ന് പതിച്ചിരുന്നു. ഒപ്പം തന്നെ കൂടുതൽ മേഖലകളിലേക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അപകടം നടന്ന കള്ളാടി പ്രദേശത്തെ, കള്ളാടിക്കും മീനാക്ഷി പാലത്തിനുമിടയിലുള്ള പ്രദേശത്തെ തത്സമയ ദൃശ്യങ്ങൾ. ഈ ആകാശ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എത്രമാത്രം വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചത് എന്നത്. ഒരു നിർമ്മാണ മേഖലയ്ക്ക് സമീപമാണ് ഈ അപകടം സംഭവിച്ചത്. അതാണ് ഇതിൻ്റെ ആഘാതം കൂട്ടിയതും. അവിടെ ലേബർ ക്യാമ്പുകളടക്കം ഉണ്ടായിരുന്നു എന്നതാണ് പുറത്തു വന്ന വിവരങ്ങൾ. ഇപ്പോഴും 6 പേരെ കാണുവാനില്ല എന്ന വിവരങ്ങളാണ് ആ കമ്പനി, കരാർ കമ്പനി പുറത്തുവിടുന്നത്. ഈ അപകടത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ കേൾക്കുന്നതും ഈ നിർമ്മാണ കമ്പനി തന്നെയാണ്. അശാസ്ത്രീയമായ രീതിയിൽ സർക്കാരിൻ്റെ ഒക്കെ തന്നെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോയി എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ, സംസ്ഥാന മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഒക്കെ തന്നെയും ആരോപിക്കുന്നത്. അതിൽ കൃത്യമായ വിശദീകരണം ഇപ്പോഴും ഇതിലെ പ്രധാനമായി ചുമതലയേറ്റെടുത്ത എന്ത് വിശദീകരണം ഇതിൽ ഉണ്ടാവേണ്ടത്? ഇതിന്റെ അപ്പുറം എന്ത് വിശദീകരണം ഇവിടെ വേണ്ടത്? നിർമ്മാണ കമ്പനി കാണിച്ച തോന്നിവാസം, ആ മണ്ണ് മാറ്റാനുള്ള അവർക്ക് അതിനുള്ള താല്പര്യമില്ലായ്മ, അല്ല അതിന് എക്സ്ട്രാ കോസ്റ്റ് ആകുന്നതുകൊണ്ടുള്ള വെപ്രാളം കൊണ്ട് അവരത് ചെയ്തില്ല. അതിന് പൈസ ചിലവാക്കാൻ അവർക്ക് മനസ്സില്ല. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കറക്റ്റ്. അവന്മാരെ പിടിച്ച് ഉള്ളിലിടണം. വേറൊരു കാര്യമില്ല. ഇതിൽ എന്ത് രക്ഷാപ്രവർത്തനം, ഏത് രക്ഷാപ്രവർത്തകർ? ആ ഏരിയയിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചിട്ടുണ്ടാവും. ആ മണ്ണിൻ്റെ അടിയിലായ ആരാണ് ജീവനോട് വരാൻ പോകുന്നത്? ഇപ്പം 2, 3, 4, 5 എന്നിങ്ങനെ കൗണ്ട് ചെയ്ത് പോകും. ഒരാഴ്ച കഴിഞ്ഞ കറക്റ്റ് റിപ്പോർട്ട് കിട്ടും. 40, 50 എത്ര പേരാ മരിച്ചതെന്നുള്ളത് അന്നേരം മനസ്സിലാവും. വളരെ വളരെ ഖേദകരമായ സംഭവമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രി വരെ പറഞ്ഞിട്ടും ഈ നിർമ്മാണ കമ്പനി കേട്ടില്ല. അങ്ങനെയുള്ള കമ്പനികൾ വേണ്ടെന്നേ. എന്ത് വികസനം? ജനങ്ങളുടെ നന്മയും ജനങ്ങളുടെ പുരോഗതിയും. ഫസ്റ്റ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം. ജീവനില്ലാത്ത ജനങ്ങൾക്ക് എന്ത് വികസനമാണോ? ഒരു വികസനത്തിന്റെ പേരിൽ 50 ആളെ കൊന്നിട്ടാണോ വികസനം ഉണ്ടാക്കുന്നത്? നമ്മളെ നാട് മാറേണ്ടിയിരിക്കുന്നു. ഇനിയും ഒരുപാട്.